മകനുമായിട്ട് എനിക്ക് ഇരുന്ന് ജോലി ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. എന്നെ സഹായിക്കണം, എൻ്റെ പൊന്നുമോൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു നിവർത്തിയില്ല എനിക്ക് ജീവിക്കാൻ. 16 ലൈക്ക് കിട്ടിയ ഗൈസ്. ഇപ്പൊ ഒരു 8ാമത്തെ തൊട്ടാണ് നമ്മൾ വിളിക്കണേ. ആ ചേച്ചിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലെന്ന്. ടിക്കറ്റ് ആക്ച്വലി സ്കാം ആണ്. അതെന്താ ഗൈസ്? രാവിലെ തന്നെ നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ് പണിയാനുള്ള കാര്യങ്ങളൊക്കെ അതേ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഒക്ടോബർ മാസം ആയതുകൊണ്ട്, എന്റെ ജന്മമാസം ആയതുകൊണ്ട് നല്ല മാസം ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ രാവിലെ എന്നെ പല്ലേച്ച് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് അങ്ങനെ ഗൈസ് സൂര്യാന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. എടാ നമ്മളന്ന് പറഞ്ഞില്ലേ പപ്പട ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാന്ന്. എനിക്ക് 1 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞുമായിട്ട് ഞാൻ നടന്നാണ് റോഡരികിലും മാർക്കറ്റുകളിലും ഒക്കെ നടന്നാണ് ഞാൻ പപ്പടം വിൽക്കുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിന് നല്ലതായിട്ട് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ലോട്ടറി തട്ടിടാനായിട്ട് എന്നെ സഹായിക്കണമെന്നും തണലത്ത് എൻ്റെ മകനുമായിട്ട് എനിക്ക് ഇരുന്ന് ജോലി ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. എന്നെ സഹായിക്കണം, എൻ്റെ പൊന്നുമോൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു നിവർത്തിയില്ല എനിക്ക് ജീവിക്കാൻ. ആൾക്കാരോട് പറഞ്ഞില്ലേ 16 ലൈക്ക് തരുവാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന്. 16 ലൈക്ക് കിട്ടിയ അപ്പൊ മമ്മി അപ്പൊ ഹെൽപ്പ് ചെയ്യണ്ട നമ്മള്. പിന്നെ വേണ്ട, വേണം. എന്തായാലും പപ്പട ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൊട എവിടെ കിട്ടും, അതുപോലെ തന്നെ തട്ട എവിടെ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇത് നമ്മൾ പണിച്ചെടുക്കേണ്ടി വരുമോ, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ടൗൺ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ചോദിച്ച് അങ്ങ് നടക്കുമായിരുന്നു. വിൽപ്പനക്ക് അത് തന്നെ കൊട വിൽപ്പനക്ക് കിട്ടി. അങ്ങനെ നമ്മൾ കൊടയുടെ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റോഡിന്റെ സൈഡിൽ മറ്റേ ആൾക്കാർ വിൽക്കാനൊക്കെ ഇരിക്കത്തില്ലേ, അപ്പൊ ഇങ്ങനെ വലിയ കൊട, ആ കൊട അതാണ് നമുക്ക് വേണ്ടത്. കൊള്ളാം ഈ കളർ, വേറെ കളർ എടുക്കാം. ഓ ഇത് മതിയല്ലേ? വേറെ എന്തൊക്കെ കളറുണ്ട്? എല്ലാം ഒന്ന് വിടർത്ത് ബ്രോ. ഇതായിരിക്കും നല്ലത്. ഗൈസ് നിങ്ങൾ പറ, ഇതാണോ നല്ലത്, ഇതാണോ നല്ലത്? ബ്രോ എന്റെ സബ്സ്ക്രൈബർ ആണോ? പേരെന്തോ ബ്രോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ശരി. ബ്രോ ചിരിച്ചോണ്ട് ഞാൻ ചോദിച്ചേട്ടാ. ഇതെങ്ങനെ ബ്രോ പിടിപ്പിക്കുന്നത്? സ്വിച്ച് പ്രസ് ചെയ്യുക, ഈ ഹോൾഡ് ഇടുക, പ്രസ് ചെയ്യുക. ഇത് താഴത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ കുത്തി തന്നെ വെക്കണം അല്ലേ? അല്ലാണ്ട് സ്റ്റാൻഡ് വല്ലതും ഉണ്ടോ? ഇങ്ങനെ കുഴി കുഴിച്ച് തന്നെ കുത്തണം അല്ലേ? ചെറിയ തൊട്ട് വലുപ്പമുള്ള പൈപ്പ് കുഴിച്ചിട്ടാലും. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഈ സാധനം എടുത്തിരിക്കുകയാണ്. ഹേ ഗൈസ്, ഹലോ. അങ്ങനെ ഗൈസ് നമ്മൾ ഈ നീലക്കൊടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി മറ്റേ ആ മേശ പോലത്തെ ആ ഒരു തട്ട് പോലത്തെ സാധനമില്ല, അതും കൂടെ നോക്കണം. സത്യം പറഞ്ഞാൽ അത് എവിടെ കിട്ടും, അത് ഇങ്ങനെ ഉണ്ടാക്കിപ്പിക്കുകയാണെന്ന് വലിയ പിടുത്തൊന്നും ഇല്ല. അപ്പൊ അതിനും കൂടെ ഒന്ന് പോയി തിരക്കണം. എടാ നിനക്ക് അറിയാം അവിടെ അതവിടെ കിട്ടുമെന്ന്? റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുവാ? റെഡിമെയ്ഡ് ആയിട്ടൊന്നും കിട്ടത്തില്ല, കിട്ടുവാണെങ്കിൽ പണിപ്പിച്ചെടുക്കാമെന്നാണ്. അതും കൂടെ ഒന്ന് പോയി തിരക്കണം ഗൈസ്. ഗ്ലാഡിയേറ്ററാ, കുന്തമായിട്ട് കുത്താൻ പോകും. ഓ വാടാ. Balata jadi flow, balata tani khai, balata yani mine, balata jadi bro, balata slide, balata kathichu pogaye monichano, line to balata tulluna monikeyo, irunna varaya kutti kuraya varakeno, podinjedutaya manjadi kuruvan edukado, chuvappa neelaya manjaya paniyum panisher adutha mode, manjatho vavi edukanado, holese low, musavi dirase chod, paniki jesse baho, pula pol olugado, manushan puluvado, kalike chirichu karanju marike old papi to loki papi rono papi show. ചേച്ചി ഇത് വാങ്ങാൻ വന്നല്ലേ? ഒരു ഡൗട്ട് ചോദിക്കാൻ വന്നു. ഈ തട്ട എവിടുന്ന് വാങ്ങിയെന്നേ? എവിടുന്നാ വാങ്ങിച്ചത്? എത്ര ദിവസം കൊണ്ട് കിട്ടും? 2 ദിവസം കൊണ്ടൊക്കെ കിട്ടുക? അതെയല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഒരു തട്ട് തന്നെയാണ്. പക്ഷെ അന്ന് ഇങ്ങനെ ഇരിക്കലും ഫ്ലാറ്റ് ആയിട്ടിരിക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്തായാലും ചേച്ചി എഴുന്നേറ്റ് വന്നല്ലേ, ഒരു 2 ലിറ്റർ എടുത്തു, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ചേച്ചിയോട് ചുമ്മാ ചോദിച്ചിട്ട് വിടണ പോലെ ആയിപ്പോ. അത് ഞാൻ ഇതേപോലത്തെ ഒരു കട ഇടാൻ പോവാ ഞാൻ. ഇവിടെ ഇങ്ങനെ ഇടണതിന് ഇങ്ങനെ പെർമിഷൻ ആവല്ലോ വേണോ? വേണമല്ലോ. അങ്ങനെയൊന്നും ഇല്ല, നല്ല സ്ഥലം നോക്കി വെച്ച് പപ്പടം വെക്കാനുള്ള ഒരു കട ഇടുക. ഓണം പമ്പർ വല്ലോ ഉണ്ടോ ചേച്ചി? ഒരെണ്ണം ഉണ്ടല്ലേ? അപ്പൊ ഗൈസ് ഐശ്വര്യമായിട്ട് ആ 2 ടിക്കറ്റിന് പകരം ചേച്ചിയുടെ മനസ്സിൽ വിചാരിച്ച് ഓണം പമ്പർ എടുത്തിരിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞാൽ പകുതി പൈസ തരാം കേട്ടോ. പകുതി അല്ലെങ്കിൽ കുറച്ചെങ്കിലും തരാം. അതന്നെ, കുറച്ചെങ്കിലും തരാം. പകുതി തരും എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയണായി പോലും. എന്നാലും നല്ല എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചേച്ചി കയറുന്നതാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഓണം പമ്പർ. അടിക്കട്ടെ. 5 കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ 500 rupees മുടക്കുകയാണ്. ചേച്ചി
എനിക്ക് അടിക്കുമെന്ന് പറഞ്ഞേക്ക്, പ്രാർത്ഥിച്ചേക്കണേ. ആ, പ്രാർത്ഥിച്ചേ. അടിക്കുക ആ, അടിക്കും. ഉറപ്പല്ലേ? ചേച്ചിയുടെ പേരെന്തുവാ? പേരെന്തുവാ? പേര് ബീന. ബീന. അപ്പൊ എന്തായാലും ചേച്ചി സത്യമായിട്ട് പറയാം, എനിക്ക് ലോട്ടറി അടിക്കുവാണെങ്കിൽ ചേച്ചിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞാൻ തന്നേക്കാം. ഓക്കെ, ഇതെന്റെ വാക്കാണ്. ഓക്കെ ചേച്ചി, താങ്ക്സ് ചേട്ടാ. മോനെ കൊള കിട്ടിയാ ജോൺസോ പോപ്പിയാ ജോൺസൺ. എന്തുകൂടെ കടക്ക് പേരൊന്നുമില്ല, പേര് നോക്കാൻ പറ്റില്ല. പേരുണ്ടായിരുന്നു, നോക്കാൻ പറ്റില്ല. വിഷയം കൂടെ കൊള്ളാം, ഇത് കളറ് കൊള്ളാം. ഇത് ഇത്ര റേഡിയസ്, അപ്പൊ ഇത്രയും വലിയ കൂടെ ആയിരിക്കുമല്ലോ. ടേബിൾ സെറ്റ് ആയ എടാ ഇല്ല, ടേബിൾ മാത്രം കിട്ടുന്നില്ല. അത് മിക്ക കാലത്തും നമുക്ക് പണിത് എടുക്കാൻ പറ്റത്തുള്ളതാ പറഞ്ഞ, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നില്ല സാധനം. സൂര്യന്റെ കെറപ്പിൽ രണ്ടൊക്കെ ഉണ്ട്. പുള്ളി സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഇന്നലെ കിട്ടുമെന്ന്. അല്ലെങ്കിൽ 25 കോടി എനിക്ക് അടിക്കാൻ പോണം. നിനക്ക് എന്ത് വേണമെന്ന് പറ. ഒറ്റ ചോദ്യം, ഒറ്റ ആൻസർ പറ. BMW i4 മതിയല്ലേ? ഓക്കെ, നിനക്ക്? എനിക്ക് 25 ലക്ഷം മതി. 25 ലക്ഷം. ഓ, ഹംബിൾ ആൻഡ് സിമ്പിൾ. നിനക്ക് എന്ത് വേണം? 1 കോടി. ഓക്കെ, സെറ്റ് ഗൈസ്. എന്തായാലും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ പാലിക്കാൻ പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അടിക്കാൻ പറയണം. ഞാൻ കിട്ടിയ പാലിക്കും. പക്ഷെ ഇവന്റെ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇവന്റെ ചെറിയതെന്ന് പറഞ്ഞാൽ BMW അത്ര പോയി കഴിഞ്ഞാൽ എന്റെ മൊത്തം തീരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ BMW ഇത്ര കുറഞ്ഞ വണ്ടി വാങ്ങി കൊടുക്കാം. ടിക്കറ്റ് ആക്ച്വലി സ്കാം ആണ്. അതെന്താ? ഇത് ഡെയിലി ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ 2 നറുക്കെടുപ്പ് വെച്ചില്ലേ? ആ, അപ്പൊ എന്തായാലും കേരളത്തിൽ ആഴ്ചയിൽ 2 ലക്ഷപ്രഭുക്കൾ വെച്ചുണ്ടാവണം. അതുകൊണ്ട് അടിക്കണ ഗൂഗിൾ വേണ്ട. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മാത്രം വേറെ സീൻ എന്ന് പറയുന്നത് അടിച്ചു കഴിഞ്ഞാലേ നാളെ നമ്മുടെ വീട്ടിൽ ക്യൂ ആയിരിക്കും ആൾക്കാർ. അത് വേറെ സീൻ. ഓണം മെമ്പർ മറ്റേ ക്രിസ്മസ് മറ്റേ ഇത് മാത്രം അവര് പുറത്തു വിടുന്നുണ്ട് റിസൾട്ട്. ബാക്കി ഒന്നിന്റെ റിസൾട്ട് വെളിവെന്ന് കണ്ടിട്ടില്ല. ശരിയാ, പക്ഷെ അടിക്കണുണ്ടാവും. നമ്മുടെ അടുത്ത് എന്തുവാ ഓണം മെമ്പർ അല്ലേ? അപ്പൊ നമ്മുടെ കാര്യം നോക്കിയാ പോരെ? അത്രേ ഉള്ളൂ. അടിച്ചു കഴിഞ്ഞ് നീ പറയണം കേട്ടോ. അടിച്ചു കഴിഞ്ഞ് നീ പറയണം. അയ്യോടെ ഞാൻ പറഞ്ഞായിരുന്നു BMW i4 ഐഫോൺ. അതന്നെ ലോട്ടറിയെ കുറ്റം പറഞ്ഞാ കേട്ടല്ലോ. അതെ അതെ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ലോട്ടറി ടിക്കറ്റ്സ്. എത്ര ലോട്ടറി എടുത്തിട്ടുണ്ട്? അതിന് നീ കുറച്ചേർത്ത് എന്തുവാ എടുത്തില്ല? എനിക്ക് ഇല്ല, എടുക്കത്തില്ലെന്ന് പറഞ്ഞ കൂടുതൽ എടുത്തിട്ടെടുത്തല്ല ഞാൻ പറഞ്ഞ. ഞാൻ ജീവിതത്തിൽ 1-2 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. അത് കിട്ടിയില്ലല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് മറ്റേ അത് അങ്ങനെ എടുത്തല്ലേ, ഈ പാവം മറ്റേ അമ്മമാരൊക്കെ വന്നല്ല, അങ്ങനെ ചോദിക്കുമ്പോ ഒരു ഇതിന്റെ ഇന്നത്തെ അടുത്ത പ്രഭാഷണം ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. കൊട കൊണ്ട് എന്തായാലും കാര്യം സൂര്യാന്റെ വീട്ടിൽ ഭദ്രമായിട്ട് വെച്ചോണ്ട് ഇന്ന് എന്താണെന്ന് അറിയാത്തില്ല. പതിവിനേക്കാൾ കൂടുതൽ നല്ല വെയിലും ചൂടും ഉണ്ട് കേട്ടാ. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയെങ്കിലും വേണം, ഒരു 3.5 അടിയെങ്കിലും ഹൈറ്റ് വേണം. 4 അടി ഹൈറ്റ്, അല്ല 4 അടി ഹൈറ്റ് കൂട്ടിക്കും. എന്നിട്ട് താഴത്ത് ഒരു 2 തട്ടായിട്ട്. അപ്പൊ ഫ്രണ്ടിൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ആയിട്ട് ചേട്ടാ. നാളെ ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് കിട്ടുക. 2 നാളെ നമുക്ക് നവരാത്രിയൊക്കെ ആയത്, മറ്റന്നാൾ നവരാത്രി തുടങ്ങുമോ? അപ്പൊ നാളെ ഒരു സാധനം കൊടുക്കേണ്ടതുണ്ട്. എന്നാലും മാക്സിമം നമുക്ക് നേരത്തെ തരാവുന്ന രീതിയിൽ. ഓക്കെ, എല്ലാം new shoes, എല്ലാം new, still they got that old roads. എല്ലാം new, എല്ലാം ചുലും all new, എല്ലാം new, എല്ലാം. ഇത് കഴിച്ച് എന്തായാലും വേറെ ഇത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ല. അതുകൊണ്ട് ഇവന്മാര് ക്രിക്കറ്റ് കളിക്കാന്നൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. ഞാനാണ് 1 ബാറ്റ്സ്മാൻ കേട്ടോ കൂട്ടത്തിൽ. എന്താ നീ എന്തോ പറയണ? ആ ശരിയാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എല്ലാ ക്രിക്കറ്റ് ടീമിലും ഒരാൾ കാണത്തില്ലേ, നമ്മള് ഔട്ടാക്കാൻ നോക്കാത്ത ഒരാള് ബാറ്റിംഗ് കയറാൻ. അതാണ് ഗോകുല്. എന്താ അല്ല പറയണ്ട? സ്വന്തം ടീം മറ്റേ ഔട്ടാക്കാൻ നോക്കാത്ത നീ തിരിച്ച് ഓപ്പോസിറ്റ് എടാ ഇവരെ കയറി കഴിഞ്ഞാൽ കാര്യം ഞങ്ങള് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ആ അടിക്ക് ലാസ്റ്റ് കൊള്ളത്തും ഇല്ല. ഔട്ടായി കഴിഞ്ഞാൽ നഷ്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടു. ആ ശരി. ഇന്ന് കളിയുണ്ടെങ്കിൽ ഡയറക്റ്റ് കാണാം. ഗൈസ് 1 വർഷമായിട്ട് ജിമ്മിൽ പോണം. 5 കിലോ ഇതുവരായിട്ട് പൊക്കുന്നില്ല. എടാ നാണം ഉണ്ടാടാ. വിയർക്കൊന്ന് ചോദിച്ചപ്പോ 5 കിലോ മതി ഒരാൾക്ക് ഇതാകാൻ വേണ്ടി. 5 കിലോ മതി. 5 കിലോയുടെ മേളൊന്നും വേണ്ട. അതൊക്കെ എടുക്കുന്നത് മറ്റേ വലിയ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്ത് കാണിക്കുന്നവര്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാ പരിപാടിയും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. കോട എല്ലാം ഇവിടെ കിട്ടി സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ തട്ടുപോൽ സാധനം പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ച കഴിയുമ്പോൾ കിട്ടും. അപ്പൊ ഇനി നമുക്ക് ചേച്ചീനെ വിളിക്കാം. ചേച്ചിയുടെ നമ്പർ ഇവരന്ന് വാങ്ങിയായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചീനെ വിളിച്ചിട്ട് എവിടെ നമുക്ക് അവരുടെ ഇഷ്ടമല്ലേ എവിടെയാണ് നമുക്ക് തട്ട് വെക്കണം, അല്ലെങ്കിൽ ആ കൂടെ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കേണ്ടതെന്നുള്ളത് ചേച്ചിയോട് ചോദിക്കണം. അല്ലാണ്ട് നമുക്ക് തോന്നുന്ന കൊണ്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചേച്ചീനെ ഒന്ന് വിളിക്കാവേ. വിളിക്കില്ല പണി നൈസായിട്ട് പാളിയും തോന്നുന്നു കേട്ടോ. ചേച്ചി ഫോൺ എടുക്കുന്നില്ല. തിരക്കായിക്കോടാ. എടാ ആ നമ്പർ തന്നെ അല്ലേടാ? ആ നമ്പർ തന്നെ. എനിക്ക് അന്ന നമ്പർ അതാ. ചേച്ചിയുടെ ഹസ്ബൻഡാണ്
അതിനകത്ത് വിളിച്ചാമെന്ന് പറഞ്ഞു. ഗൈസ് ഇപ്പൊ ഒരു 8ാമത്തെ തൊട്ടാണ് നമ്മൾ വിളിക്കണേ. ആ ചേച്ചിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലെന്ന്. എന്റെ അളിയ അല്ലേ ആണോ ആ നമ്പർ ചേച്ചി വന്നയാ ഇത് എനിക്ക് തോന്നുന്നു. എല്ലാം ഇപ്പൊ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. നാളെ സാധനവും കിട്ടും. ഇല്ല നമുക്കതെ വിൽക്കാം മറിച്ച് എന്താ പറയുക 90% ഇത് മുടക്കിയിട്ട് 90% പേരല്ലേ എടുക്കുന്നുള്ള എടുക്കണില്ലേ? ഓ ഗൈസ് ആ ചേച്ചി എടുക്കണില്ല. നമ്പി മരമിരിപ്പൂ